KSRTCയിൽ വനിതകളുടെ സൗജന്യ യാത്രയ്ക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. ഓർഡിനറി ബസ്സുകളിൽ അടുത്ത തിങ്കളാഴ്ച മുതൽ വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര നടപ്പാക്കും. പ്രായവും വരുമാനവും മാനദണ്ഡമാക്കാതെയാണ് പ്രിയദർശിനി എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. പ്രിയദർശിനി എന്ന പേരിലാണ് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം നൽകുന്ന പദ്ധതി നടപ്പിലാക്കുക. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗമാണ് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം നൽകുന്ന വാഗ്ദാനം ജൂൺ 15-ന് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം യാത്രാ സൗജന്യ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ തീരുമാനിച്ചു. വരുമാനം കണക്കാക്കിയിട്ടില്ല, പ്രായം കണക്കാക്കിയിട്ടില്ല, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ആദ്യഘട്ടത്തിലെ ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ KSRTCയുടെ വരുമാനം കൂടി കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് ഇതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി കടക്കാൻ പറ്റും എന്നാണ് സർക്കാർ കരുതുന്നത്. പദ്ധതി നടപ്പിലാക്കുമ്പോൾ KSRTCക്ക് പ്രതിമാസം 65 മുതൽ 70 കോടി രൂപ വരെ വരുമാന നഷ്ടമുണ്ടാകും. ഒരു വർഷത്തെ വരുമാന നഷ്ടം 800 കോടി രൂപയാകും. വരുമാന നഷ്ടം സർക്കാർ നികത്താനാണ് തീരുമാനം. അപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1500 കോടി രൂപയ്ക്ക് പുറമെ ഈ പണം കൂടി സർക്കാർ KSRTCക്ക് നൽകും. യാത്രാ സൗജന്യം ഓർഡിനറി ബസ്സുകൾ മാത്രമായി പരിമിതപ്പെടുത്തിയതിനാൽ ബസ്സുകൾ കുറവുള്ള മലബാറിൽ പ്രയോജനം ലഭിക്കുമെന്ന ചോദ്യത്തിന് ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഓർഡിനറി ബസ് ഇല്ലായികയല്ല, 28% മൊത്തം സർവീസുകളിൽ 28% ഈ പറയുന്ന ജില്ലകളിലുണ്ട്. KSRTCയുടെ വരുമാനം ഗണ്യമായി വർദ്ധിക്കാതെ യാത്രാ സൗജന്യം അടുത്ത ഘട്ടത്തിലേക്ക് വ്യാപിപ്പിക്കൽ സർക്കാരിന് പ്രയാസകരമാകും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.